മതി മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവരെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ താങ്ക് യു മോളേന്ന്. ഈ പേജ് കൂടെ ഒന്ന് നോക്കിയേ. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണ. കോബ്ര അല്ല. പോയ്സൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. ഡ്രസ് പോന്നു? കുറച്ച് നേരമേ ഉള്ളൂ, കുറച്ചിങ്ങോട്ട് നീങ്ങിക്കോ. ജേട്ടൻ പുതിയ കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? നമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എങ്കിൽ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. രവീന്ദ്രന്റെ. എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ട് അത്ര. ഞാൻ വിചാരിച്ചു ജയേട്ടനാവുന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്കും. നീ വിചാരിച്ചാലൊന്നും എന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. ഞാൻ ഈ കേസ് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിനെ വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ടനുമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ BA LLB, അഡ്വക്കേറ്റ് ജയകൃഷ്ണനെ MA LLM. എന്നിട്ട് എന്താ കാര്യം? തെറി ഞാൻ പറയൂ. എടി, നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പൊ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ജയകൃഷ്ണ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ, മിസ്റ്റർ രവീന്ദ്രൻ. നമസ്കാരം. ഞാൻ വെള്ളാടിച്ചോട് പറയില്ല, ഞാനൊരു കോടീശ്വരനാ. എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്. 2 ശാപങ്ങളെ എന്റെ ജീവിതത്തിലുള്ളൂ. അതിലൊന്ന് ഈ മദ്യപാനമാ. രണ്ടാമത്തേത് എന്റെ സഹോദരൻ. താൻ ഭ്രാന്താശുപത്രിയിൽ പോയി കണ്ടില്ലേ, ഹരിനാരായണൻ. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. ചിലപ്പോ ഞാൻ വെള്ളം അടിച്ചോണ്ട് തോന്നുന്നതായിരിക്കും അല്ലേ? അതെ അതെ. പക്ഷേ ഇത് ഞാൻ വെള്ളം അടിച്ചോണ്ട് പറയുന്നതല്ല. ഹരിനാരായണൻ ഭ്രാന്തനാ. അവനെ ഭ്രാന്താശുപത്രിയിൽ കിടത്തിയിരിക്കുന്നത് ഞാനാ. അവൻ പുറത്തിറങ്ങിയ അതെനിക്ക് ആപത്താ. ജ്യേഷ്ഠൻ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഈ കേസ് കുത്തിപ്പോക്കരുത്. എനിക്ക് കാശിന് ഒരുപാട് ആവശ്യമുണ്ട്. കൊള്ളാം. പക്ഷെ ഈ കേസ് ഞാൻ കുത്തിപ്പോക്കും. വേണ്ട, ആ കേസ് അങ്ങ് വിട്ടേരെ. ഇല്ലമ്മ, ഞാൻ ആ കേസ് ഏറ്റെടുത്തു പോയി. ഞാൻ മിസ്റ്റർ രവീന്ദ്രന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ജയകൃഷ്ണ കേസ് എടുക്കുന്നില്ല, മനസ്സിലായോ? അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തില് എന്നെ നിർബന്ധിക്കരുത്. എടോ ജയകൃഷ്ണ, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണം. തന്റെ അമ്മാവനല്ലേ തന്നെ വളർത്തി വലുതാക്കിയത്. അങ്ങേര് പറഞ്ഞാൽ താൻ അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തല്ലി അനുസരിപ്പിക്കും. അയ്യോ, അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആളുകളെ തല്ലിക്കുകയൊക്കെ എന്റെ സ്ഥിരം ഏർപ്പാടാ. എന്നത്തെ എനിക്ക് അറിയാഞ്ഞിട്ടാ. കുടിച്ചാ മൂക്കറ്റ കുടിക്കും, സ്നേഹിച്ചാ മൂക്കറ്റ് സ്നേഹിക്കും, ഉപദ്രവിച്ചാ മൂക്കിടിച്ചു പരത്തും. എടഞ്ഞാ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ. ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റേ. എടോ വേണോനെ, താൻ എന്ത് പറഞ്ഞാലും തന്റെയും മരുമകൻ അനുസരിക്കും താൻ വീം മുഴക്കിയല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ തന്റെ ഈ മരുമകൻ കുലിച്ചു നിർത്തി കൂട്ടലിൽ ഇരിക്കണം ഞാൻ കാണേണ്ടി വരും. വിഷപ്പാമ്പിനെയാണോ താൻ നിയമം പഠിപ്പിച്ചത്? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ വെള്ളം കിടും. അയ്യോ, സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എടാ, എന്നോട് കളിച്ചാലോട്ടല്ലോ. നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്ത് ഞാൻ ഇടിച്ചൊടച്ചു കളയും. അപ്പോ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു? അതെ. വാശിക്കൊള്ളാം. പക്ഷേ കോടതിയിൽ നിനക്ക് നേരിടേണ്ടി വരുന്നത് എന്റെ മകളെയാണ്, അഡ്വക്കേറ്റ് രാധികയെ. അവളുടെ മുന്നിൽ നീ തോറ്റു തുന്നം പാടും ജയകൃഷ്ണ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയല്ലേ അവളും പഠിച്ചിട്ടുള്ളത്. ഈ കേസിൽ നീ കോടതിയിൽ രാധികയോട് ഏറ്റുമുട്ടിയാൽ ജയിക്കണം. ജയിച്ചു വന്നാൽ അടുത്ത നിമിഷം അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവളോട് നീ തോറ്റാൽ പിന്നെ രാധികയുടെ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. എന്താ, സമ്മതമാണോ? സമ്മതമാണ്. ഹരിനാരായണൻ തീർത്തും ഒരു മനോരോഗിയാണെന്നും ഒരു കാരണവശാലും അയാൾ പുറത്തു വരാൻ പാടില്ലെന്നും 5 വർഷങ്ങൾക്ക് മുൻപ് കോടതി വിധിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്ഷൻ യുവറാണോ എന്ന് പറയും സാറേ. എന്തിനെ? സാർ അതൊന്ന് പറയണത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്ന ഹരിനാരായണന്റെ മനോനിലയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്പ്യാർക്ക് തോന്നിയിട്ടില്ല. ഹരിനാരായണൻ ഇപ്പോഴും മനോരോഗി തന്നെയാണെന്ന് ഡോക്ടർ നമ്പ്യാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്.
അതുകൊണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്നും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടണമെന്നുള്ള ഹരിനാരായണന്റെ വാദത്തിന് പ്രസക്തിയില്ല. സാധാരണഗതിയിൽ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ ഭ്രാന്തുള്ള ഏതൊരാളും പറയാറ്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെ മാനിച്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്പം കൂടി വെള്ളം. കേസ് തള്ളി പോയില്ലേ? എടാ ഉണക്കേ, മുഴുവനും തള്ളിയിട്ടില്ല. തള്ളാൻ ഒരു ഇത്തിരി കൂടി ബാക്കിയുണ്ട്. എന്താ കാണണോ? അങ്ങോട്ട് മാറിയിട്ട് കോടതിയിലൊന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. നോ താങ്ക്സ്. ചിലക്കത് നടക്കണ. എടോ എന്തോ എന്റെ മോക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരണം. ഇത്രയും നാൾ അവക്കൊരു ശനിയുടെ അപകാരം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഞാൻ കൊണ്ടുവരാം. എത്ര വയ്യന്മാരെ വേണം? ഇതുപോലത്തെ പഴങ്കഞ്ഞി മോറന്മാരൊന്നുമല്ല, നല്ല ജണ്ട് ജടാന്നുള്ള ആമ്പിള്ളാരെ. അധികം ആളാവണ്ടാട്ടോ. എന്താണ് ആളായാലേ? ആള് മാറിപ്പോവും. പിന്നെ പെറ്റ തള്ള കണ്ട പോലും തിരിച്ചറിയില്ല. എന്താടാ പൊന്നപ്പാ? ചില പണികളൊക്കെ കൈവശം ഉണ്ടെന്ന് പറയായിരുന്നു. വക്കീൽ പണി പഠിക്കാനാണെങ്കിൽ നീ ഇവന്റെ പിന്നാലെ നടക്കണ്ട. ആ പണി എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല. നിനക്കൊരു പണി അറിയാമല്ലോ, കൽപ്പണി. അത് നീ അവന് പഠിപ്പിച്ചുകൂടെ? അതിലും അവൻ ചോദിക്കുമെന്ന് തോന്നുന്നില്ല. ആ നാളെ രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുക, അതൊന്ന് സിമന്റ് ഇടണം. നിനക്കൊരു പണിയുമായി, ഇവനൊരു ട്രെയിനിങ്ങുമായി. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്. അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഏയ്, ഈശ്വരന്മാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഉപകാരല്ലേ ജയേട്ടന് രാധിയും അയാൾക്ക് വേണ്ടി ചെയ്തത്. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. പൊന്നപ്പാ, ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചു? എനിക്കല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പിന്നെ? 5 വർഷത്തിന് മുമ്പ് ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ കരഞ്ഞു, ഈ എന്ന് പറഞ്ഞ്. അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞ്. ഓടാ ഓടാ വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ? 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ദേ ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ